ഹലോ മക്കളെ, നാളത്തെ പരീക്ഷയിൽ റൈറ്റിംഗ് സെക്ഷനിൽ നിന്ന് 6 ചോദ്യങ്ങളാണ് വരിക. അപ്പോൾ ഓരോ സെക്ഷനിൽ എത്ര ചോദ്യങ്ങൾ വരാമെന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ 6 ചോദ്യങ്ങൾ സാർ എവിടെ നിന്നൊക്കെയാണ് വരിക? അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ പാറ്റേൺ മാറിയിട്ടുണ്ട് അല്ലേ, നമ്മുടെ സിലബസ് മാറിയിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലെ പ്രീവിയസ് ഇയർ ചോദ്യ പേപ്പർ നോക്കിയിട്ട് കാര്യമില്ല, കാരണം പുതിയ ടെക്സ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ റൈറ്റിംഗ് സെക്ഷനിലെ കാര്യങ്ങളാണ് വരിക. അപ്പോൾ പുതിയ ടെക്സ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നാളത്തെ പരീക്ഷയിൽ കാണാൻ പോകുന്ന ഇത്രയും ടോപ്പിക്സ് ആണ് റൈറ്റിംഗ് സെക്ഷൻ. അതായത് പ്രൊഫൈൽ ഉണ്ടാവും, ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാവും, ഡയറി എൻട്രി ഉണ്ടാവും, അഡ്വർടൈസ്മെന്റ് ഉണ്ടാവും, തോട്ട്സ് ഉണ്ടാവും, ഡിബേറ്റ് ഉണ്ടാവും, ഇമെയിൽ ഉണ്ടാവും, കോൺവെർസേഷൻ ഉണ്ടാവും, ക്രോസ് വേർഡ് ഉണ്ടാവും, ലെറ്റർ ഉണ്ടാവും, സ്പീച്ച് ഉണ്ടാവും, ട്രാവൽ റിപ്പോർട്ട്, ഇന്റർവ്യൂ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളായിരിക്കും നാളത്തെ പരീക്ഷ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതിലെല്ലാം സാർ ഉണ്ടാവും, എല്ലാം ഉണ്ടാവില്ല, ഇത്രയും നമുക്ക് പഠിക്കണം. ഇതിലെ 6 എണ്ണം, ഏതെങ്കിലും ഒരു 6 എണ്ണം ആയിരിക്കും നിങ്ങൾക്ക് വരാം. അത് ഏത് 6 ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെല്ലാം പഠിക്കണം. ഇനി ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയാവും, സാർ അയ്യോ ഇത്ര എങ്ങനെ പഠിക്കാം? മക്കളെ, ഇത് പഠിക്കാൻ വെറും 2 മണിക്കൂർ എടുക്കുള്ളൂ. ഈ കാര്യങ്ങളെല്ലാം വിത്ത് എക്സാമ്പിൾ, വിത്ത് ഫോർമാറ്റ് പഠിക്കാൻ വെറും 2 മണിക്കൂറേ എടുക്കുള്ളൂ എന്ന് ഞാൻ വെറുതെ പറയല്ല. ഇന്ന് വൈകുന്നേരത്തെ ലൈവിൽ വന്നാൽ കംപ്ലീറ്റ് പഠിച്ചത് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഫോർമാറ്റ് മാത്രം പഠിച്ചു പോയാൽ പോരാ. ഫോർ എക്സാമ്പിൾ ഇമെയിലിൻ്റെ ഫോർമാറ്റ് മാത്രം പഠിച്ചു പോയാൽ മതി, പോരാ. കാരണം ഈ ഇമെയിൽ നമ്മൾ പഠിക്കുന്ന ഏതെങ്കിലും ചാപ്റ്ററിലെ ഒരു ക്യാരക്ടർ എഴുതുന്ന ഇമെയിൽ ആയിരിക്കും, ചിലപ്പോൾ ടോട്ടാച്ചാൻ എഴുതുന്ന ഇമെയിൽ ആയിരിക്കും, ചിലപ്പോൾ രഞ്ജി എഴുതുന്ന ഇമെയിൽ ആയിരിക്കും, ചിലപ്പം ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ കഥ ആൽബർട്ട് ഐൻസ്റ്റൈൻ എഴുതുന്ന ഇമെയിൽ ആയിരിക്കും, ചിലപ്പോൾ റിക്കി എഴുതുന്ന ഇമെയിൽ ആയിരിക്കും. അപ്പോൾ ആ റിക്കിക്ക് എന്താണ് സംഭവിച്ചത്, ആ ചാപ്റ്റർ എന്താണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഈ റൈറ്റിംഗ് സെക്ഷനിലെ ഓരോ കാര്യങ്ങളും നമുക്ക് എഴുതണമെങ്കിൽ നമുക്ക് ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചാപ്റ്റർ നമുക്ക് പഠിക്കണം. അതൊക്കെ വൈകുന്നേരത്തെ ലെവലിൽ നമ്മൾ പഠിക്കും. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടേ ആവശ്യമില്ല. ഓക്കെ, ഇത് കാണുമ്പോൾ എനിക്കറിയാം പേടിയാവും, പക്ഷേ ടെൻഷൻ അടിക്കേണ്ടേ ആവശ്യമില്ല. എല്ലാം നമ്മൾ പഠിപ്പിക്കും. ഇതുകൂടാതെ ഗ്രാമറും ഉണ്ടാവും. ഗ്രാമറിന് അവസാനത്തെ ഒരു ചോദ്യം ഉണ്ടാവും കേട്ടോ. ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ അതിൽ കുറേ സബ് ക്വസ്റ്റൻസ് ഉണ്ടാവും, 4-5 സബ് ക്വസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ വളരെ കുറച്ച് ടോപ്പിക്സ് പഠിക്കാനുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതിൽ എഡിറ്റിംഗ് ആണ്. പിന്നെ ഷുഡ്, വുഡ്, കുഡ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യം പഠിക്കാനുണ്ട്. ജമ്പിൾ സെൻറ്റൻസ് പഠിക്കാനുണ്ട്. റൈം സ്കീം ഐഡന്റിഫൈനും പഠിക്കാനുണ്ട്. അതൊക്കെ പുതിയ സിലബസിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതും നമുക്ക് പഠിക്കണം. ഇത് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എന്നായിരിക്കും? നാളെ രാവിലത്തെ മോർണിംഗ് ബൂസ്റ്ററിലായിരിക്കും. ഓക്കെ, കാരണം എല്ലാം കൂടി ഇന്ന് രാത്രി പഠിച്ചാൽ നിങ്ങൾക്ക് എന്താണ് തലയിൽ കയറില്ല. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന റൈറ്റിംഗ് സെക്ഷനിലും അതുപോലെ ചാപ്റ്ററും പഠിക്കാനാണ്. ചാപ്റ്റർ പഠിച്ചാൽ റൈറ്റിംഗ് സെക്ഷനിൽ കാര്യം ഉണ്ടാവുള്ളൂ. അതാണ് നമ്മൾ വൈകുന്നേരത്തെ ലൈവിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. നാളെ രാവിലത്തെ ലൈവിൽ ഗ്രാമർ നമ്മൾ കംപ്ലീറ്റ് തീർക്കും. ഗ്രാമർ മാത്രമല്ല മോർണിംഗ് ബൂസ്റ്റർ ഉണ്ടാവുക. നമ്മൾ ഇന്ന് വൈകുന്നേരം എന്തൊക്കെ പഠിക്കുന്നുണ്ടോ അതൊക്കെ നമ്മൾ ഒന്നും കൂടി റിവൈസ് ചെയ്യും. ഇന്ന് വൈകുന്നേരം നമ്മൾ പഠിക്കുന്ന റൈറ്റിംഗ് സെക്ഷൻ ആയിക്കോട്ടെ, നമ്മുടെ ചാപ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഒന്നും കൂടി നമ്മൾ മോർണിംഗ് ബൂസ്റ്ററിൽ റിവൈസ് ചെയ്യും. അതിനോടൊപ്പം നിങ്ങൾക്ക് ഗ്രാമറും കൂടി കിട്ടും. അതായത് നാളത്തെ പരീക്ഷയിൽ വരാൻ പോകുന്ന എല്ലാ തരം ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും? ഇന്ന് വൈകുന്നേരത്തെ ലൈവിലും നാളത്തെ ലൈവിലും കൂടെ ചേർത്ത് നമ്മൾ കംപ്ലീറ്റ് തീർക്കും. ആ ലൈവുകൾ, ഇന്ന് വൈകുന്നേരത്തെ ലൈവും നാളത്തെ ലൈവും കംപ്ലീറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും നാളത്തെ പരീക്ഷയിൽ ഒരു ചോദ്യം പോലും ഉത്തരം കൊടുക്കാൻ പറ്റാത്തത് ഉണ്ടാവില്ല എന്നുള്ള കാര്യം എൻ്റെ പ്രോമിസാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺഫിഡൻസ് കിട്ടി സാർ എന്ന് പറഞ്ഞ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഒരു ഹാർട്ട് ഇമോജി കൂടി ഇടുക. വൈകുന്നേരത്തെയും നാളത്തെ ലൈവും ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. അത് ഫുള്ളായിട്ട് കാണണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് ലൈവിൽ വരാൻ പറയുക. ഒരുമിച്ച് നമുക്ക് പഠിക്കാം. അടിപൊളിയായിട്ട് നാളത്തെ പരീക്ഷ എഴുതാം. ഓക്കെ, വൈകുന്നേരത്തെ ലൈവിൽ എല്ലാവരെയും കാണുമെന്നും പ്രതീക്ഷയോടെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും വന്നിരിക്കണം. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ. നമുക്ക് ലൈവിൽ കാണാം.